എന്താടാ ബോറടിച്ചോ? ഇല്ല, ഞാൻ വന്നിട്ട് 5 മിനിറ്റല്ലേ ആയുള്ളൂ. പിന്നെ നിന്റെ സമയം എനിക്കറിയാമല്ലോ. 10 മണിന്ന് പറഞ്ഞാൽ 10:30 നീ വരത്തുള്ളൂ. അല്ല, നീ എന്ത് കള്ളം പറഞ്ഞാ നീ വീട്ടിൽ നിന്ന് ചാടിയത്? കൂട്ടുകാരൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. പിന്നെ എൻ്റെ വക ചെറിയൊരു ഗാനമേളുണ്ടെന്ന് വെറുതെ അങ്ങ് തട്ടിവിട്ട്. ആ, എന്നാ ആ ബർത്ത്ഡേ കൊളാക്കിയതിന് നിന്നെ ചവിട്ടി കൂട്ടും. പോടി. അല്ല, നിന്റെ ആ കഥ എഴുത്തൊക്കെ എന്തായി? ഇപ്രാവശ്യം ഒരു സിനിമയിലോ നോവലിലൊക്കെ പ്രതീക്ഷിക്കാവോ? ഒന്നും ആയില്ലടാ. ഞാൻ ഇതുവരെ തുടങ്ങിയത് പോലും ഇല്ല. അതെന്തു പറ്റി? ഒരു കഥ വായിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന എന്തെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ വെറും ചവറ് കഥയെന്ന് പറയില്ലേ? നിന്റെ കയ്യിൽ ഏതെങ്കിലും കഥയുണ്ടോ? അതിനെപ്പറ്റി പറയാനാ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത്. നിനക്ക് പറ്റിയൊരു കഥ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ആണോ? എന്നാ കേക്കട്ടെ. നമുക്ക് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ വെച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീട് കൊള്ളാം. ഇവിടെ ആരും താമസമില്ലേ? ഒരു പുതിയ പാർട്ടി ഈ വീട് വാങ്ങിയിരുന്നു. പക്ഷെ അവരാരും ഇവിടെ താമസമില്ല. പണിക്കാരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിച്ചിടാറുണ്ട്. ഇവിടെ എന്ത് കഥയാ പറയാനുള്ളത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് 2-3 വർഷമായില്ലേ. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്തു തരാം. നീ കിടന്ന് ഉരുളാതെ കാര്യത്തിലോട്ട് വാ. ഈ വീട് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പ്രത്യേകത ഉള്ളതുപോലെ തോന്നും. അതെ, ഈ വീടിനൊരു കഥ പറയാനുണ്ട്. ഒരു കുടുംബത്തിൻ്റെ കഥ, ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കഥ, അവളെ പ്രണയിച്ചവൻ്റെ കഥ. മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം താമസിച്ചിരുന്നു. അവരായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാർ. അവർക്കൊരു നാഥനുണ്ടായിരുന്നു, ദേവരാജവർമ്മ. എന്താണോ പ്രശ്നം? ആരവൻ? മുതലാളി, നമ്മുടെ പുരടത്തിലെ കപ്പ സ്ഥിരമായി മോഷ്ടിക്കുന്ന കള്ളനവൻ. ഇന്ന് അവനെ കൈ കെട്ടിയത്. അയ്യോ, മാപ്പാക്കണം. എനിക്കാണെങ്കിൽ ജോലിയൊന്നുമില്ല, വീട് പട്ടിണിയില്ല. അതിന് മോഷ്ടിക്കാണോടാ വേണ്ടത്? വയ്യാത്തെൻ്റെ അമ്മയും പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നിവൃത്തികേടുണ്ടാ. ഇതേ പെങ്ങൾക്ക് എത്ര വയസ്സുണ്ടാ? 23. നീ വിഷമിക്കണ്ട. നിനക്കും നിന്റെ പെങ്ങൾക്കും ഞാൻ ഒരു ജോലി തരാം. നാളെ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്നും കാണും. വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ദേവരാജവർമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു. അതായത് ഈ സ്വത്തിൻ്റെ എല്ലാം ഏക അവകാശി. എന്തായടാ മോനെ, ഇതിലെങ്കിലും നീ പാസ്സായാ? എവിടാ, ഇതും പോയി കിട്ടി. എടാ സത്യം പറ, നീ ഇതുവരെ ഏതെങ്കിലും ഒന്നിന് പാസ്സായിട്ടുണ്ടോ? നീ മനഃപൂർവ്വം തോക്കണതല്ലേ? എന്റെ അമ്മ, എനിക്ക് അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഉത്തരം പറയും. തെറ്റുത്തരം പറഞ്ഞാൽ അവർ പാസ്സാക്കില്ലല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ അവർ എനിക്ക് അറിയാവുന്ന ചോദ്യം ചോദിക്കട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. അയ്യോ, അത് അവർക്ക് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നീ ഉണ്ടാക്കി കൊടുക്കണം. നിന്റെ കൂടെ അവർക്ക് ചോദിക്കാൻ വേണ്ടി നിനക്കറിയാന്നുള്ള ഉത്തരം മാത്രം. അവിടെ തുടങ്ങി. അത് നടക്കരുത്, നീ കുഴിയെടു. എന്ത് പരാജയടാ. പാസ്സായോ നീ? ഇല്ല.
അയ്യോ എന്ത് കൂരമയായിട്ട് വന്നെന്ന് പറയണ ഇല്ലച്ച. കാശ് കളയാൻ പറ്റിട്ട് വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അത് സാരമല്ലോടാ മക്കളെ. ആ നല്ല ജോലി ചെയ്ത് best കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. ഇവിടെ കഴിയാൻ. 2 തലമുറയ്ക്ക് കഴിയാനുള്ള ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് മക്കൾ ഈ വക പരിപാടിക്കൊന്നും പോകണ്ട. ദാണ്ടേ ഇനി ഇവനെ വേഷവും കെട്ടി വിടരുതെങ്കിൽ ഈ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് ഒരു ചിട്ടി തുടങ്ങാമെന്ന് പറഞ്ഞ് നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങി മുങ്ങി. അതോടുകൂടി അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവർക്കൊരു മകളുണ്ടായിരുന്നു, പേര് പഞ്ചമി. കാണാൻ അത്യാവശ്യം സുന്ദരിയൊക്കെ ആയിരുന്നു. ദേവരാജന്റെ മകന് അവളിലൊരു നോട്ടം ഉണ്ടായിരുന്നു. പഞ്ചമി, ഞാൻ എത്ര നാളായിടോ തൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? താൻ കൃത്യമായൊരു ഉത്തരം പറയുന്നുമില്ല. താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. നിക്ക് ഡോ, തന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനോ എൻ്റെ നേരം പോക്കിനോ വേണ്ടിയല്ലേ ഈ പറയുന്നത്? തന്നെ കല്യാണം കഴിച്ച് തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. എനിക്കിപ്പോൾ അതിനൊന്നും പറ്റില്ല ഏട്ടാ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാ. എനിക്കറിയണം എൻ്റെ അവസ്ഥ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഈ പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അവരെ കൊണ്ട് ഞാൻ സമ്മതിച്ചോളാം. ഞാനിപ്പോൾ കല്യാണം നോക്കുന്നില്ല. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഡോ, അവസാനത്തെ കിട്ട് വേറെ ഇതോടെ കഴിഞ്ഞ പണി കഴിഞ്ഞ്. ദേവരാജൻ മുതലാളിക്ക് ഇത്രയും കാശുണ്ടായിട്ടും ആ തറവാടെന്താടാ അയാൾ പുതുക്കി പണിയാത്തത്? അങ്ങേർക്ക് അങ്ങനെ അച്ഛൻ ഉണ്ടാക്കിയ പഴയ തറവാടാ ഇഷ്ടം. പുതിയൊന്നും അങ്ങേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പുതിയ മോഡൽ പണിയാണെങ്കിലേ അയാളെ മോൻ വിചാരിക്കണം. ആര് വിചാരിച്ചാലും നടക്കത്തില്ല. അങ്ങേര് തന്നെ വിചാരിക്കണം. എന്നാലും ആ കപ്പ മോഷ്ടിക്കാൻ വന്ന അവനെ ഒരു പെങ്ങളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീ ആ ദേവരാജൻ മുതലാളിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? എന്തൊരു പ്രസന്നത. അവൾക്ക് ജോലി ശരിയായി കൊടുക്കാന്നല്ലേ പറഞ്ഞത്. കൊടുത്താണോ ആവോ? എന്നാ അവൾ ശരിക്ക് ജോലി പണിക്കും. അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. മരുന്നൊന്നും കഴിക്കുന്നേയില്ല. സമയത്തിന് ആഹാരം കൂടെ കഴിക്കാതിരുന്നാലേ അസുഖം കൂടത്തേ ഉള്ളൂ. ഓ ഇനി എത്ര കാലം മുമ്പോട്ട് പോവുമെന്ന് ആർക്കറിയാം. ദൈവം തമ്പുരാൻ എപ്പോ വന്ന് വിളിച്ചാലും പോയല്ലേ പറ്റൂ. അതിനു മുൻപ് നിന്നെ ഒരുത്തന്റെ കൈ പിടിച്ചേൽപ്പിക്കണം. കിഴക്കിടത്തെ ആ ബ്രോക്കറോട് ഞാൻ നിന്റെ കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഉടനെ ഒരെണ്ണം ശരിയാക്കാന്നും പറഞ്ഞ്. അതെ, ആ ദേവരാജന്റെ മോൻ കുറച്ചു നാളായിട്ട് എൻ്റെ പുറകെ അടക്കാം. ഞാനമ്മയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവനെ കൊച്ചിലെ മുതലേ എനിക്ക് അറിയാവുന്നതല്ലേ. അവൻ വെറും പാവാ. പക്ഷെ മോക്കറിയാലോ കാര്യങ്ങളൊക്കെ. നിന്റെ അച്ഛൻ കാണിച്ച ചെറ്റത്തരത്തിന് എന്നെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടത്? അതുകൊണ്ട് അവന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ഇതും പറഞ്ഞു വിടിരുന്നോ? എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. മോളെ,
അമ്മേ അമ്മ എന്തോ ചെയ്യമ്മേ എന്തോ ഞാൻ ജിത്തുചേട്ടൻ്റെ വണ്ടി വിളിച്ചിട്ട് വരാം. ജിത്തുചേട്ടൻ വീട്ടിലുണ്ടോ? എന്തോ ചോളെ അമ്മയ്ക്ക് തീരെ വയ്യ. വണ്ടി കൊണ്ട് പാലക്കാട് പോയി 2 ദിവസം കഴിഞ്ഞേ വരും. എന്തു പറ്റി? എന്നിട്ടെന്ത് സംഭവിച്ചു? എന്ത് സംഭവിക്കാൻ? അവൻ അവളുടെ അമ്മയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അവരുടെ ജീവൻ രക്ഷിച്ചു. അവൻ്റെ ആഗ്രഹം സാധിക്കാനായി ദൈവമായിട്ട് തന്നെ ഒരു അവസരം ഉണ്ടായി കൊടുത്തെന്ന് തന്നെ പറയാം. അതെന്താ? സ്വന്തം അമ്മയുടെ ജീവൻ രക്ഷിച്ചവനോട് അവൾക്ക് പിന്നീട് പ്രേമമായി. ചേട്ടാ ഇന്നലെ എന്താ ആശുപത്രിയിൽ നിന്നൊന്നും പറയാതെ പോയത്? എല്ലാം ശരിയായതല്ലേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ഇത്രയും സഹായിച്ചതിന് ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി വന്നതാ. ഏയ് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അതല്ല, ആ സമയത്ത് ചേട്ടനാ തൊഴി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എൻ്റെ അമ്മ. നമ്മുടെയൊക്കെ ആയുസ് തീരുമാനിക്കുന്ന ദൈവമില്ലേ? ആ സമയത്ത് ഞാനതൊഴി വന്നില്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും അതൊഴി വന്നേനെ. എന്തായാലും അമ്മയ്ക്ക് ചേട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? നന്ദി വാക്ക് കേൾക്കാനാ? അതൊന്നും എനിക്കറിയില്ല. കാണണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇപ്പൊ പറ്റില്ല. എന്തായാലും ഞാൻ ഒരു ദിവസം കൊണ്ട് വരുന്നുണ്ട്. നന്ദി വാക്ക് കേൾക്കാനല്ല. പിന്നെ മനസ്സിലൊരു കളങ്കമില്ലാത്ത ഈ പാവപ്പെട്ട പെണ്ണിനെ എനിക്ക് തരുമെന്ന് ചോദിക്കും. അതെ, ശരിക്കും നിന്റെ അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തോ ഞാൻ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് ചേട്ടൻ ആശുപത്രിയിൽ ചിലവാക്കിയ പൈസ തിരിച്ചു തരാനായിരിക്കും. ഓ അത് ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യ്,
ആ പൈസ സ്ത്രീധനത്തിൽ കൂടെ ചേർത്തിങ്ങി തരാൻ പറഞ്ഞാൽ മതി. എടാ അപ്പൊ സ്ത്രീധനമൊക്കെ മേടിച്ച് കെട്ടാനുള്ള പരിപാടിയാണല്ലേ? അതൊന്നും നടക്കില്ല. ചുമ്മാ അതങ്ങ് കെട്ടിക്കൊണ്ട് പോയാ മതി. അതിനാർക്ക് വേണം സ്ത്രീധനം? നീയല്ലേ എൻ്റെ ധനം. അയ്യോ, അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. ഞാൻ പോയില്ലെങ്കിൽ അമ്മ ഒന്നും കഴിക്കില്ല. പോട്ടെ. എന്നാ പയ്ക്കോ, അമ്മയുടെ മരുന്ന് കൊടുക്കണ്ട. ചെല്ലേ. പഞ്ചമി, അതെ, നാളെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ആയിരവല്ലിപ്പാറ ഒന്ന് വരണേ. എന്തിനാ? അത് വന്നിട്ട് പറയാം. ശരി. ചേട്ടാ പേടിയാവുന്നു. താഴെ ഇറക്ക്. ഇല്ല, നിന്റെ പേടി മാറുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. കൊന്നിലിട്ട് കുത്തി. ആ, എന്നാ പിന്നെ നിന്നെ പാതാളത്തിലോട്ട് കൊണ്ടുപോകാൻ പോവാ. എന്താ പേടിച്ചു പോയോ? എന്നെ കൊല്ലാനാണോ കൊണ്ടുവന്നേ? പോത് ജീവൻ അങ്ങോട്ട് പോയി. ചാവുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ചില്ലടിച്ചാവും. പിന്നെ നിന്നെ വരാൻ പറഞ്ഞേ? പറ. പറയാം. ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. ആണോ? ഇന്നലെ വൈകുന്നേരവും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്ത്? നമ്മുടെ വിവാഹം അത് നടക്കും. ശരിക്കും? പക്ഷെ ചേട്ടൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം നടക്കും. അവിടെയും ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എങ്ങനെ? നമ്മുടെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? അച്ഛന് സമ്മതമാ. സത്യമായിട്ടും? ഇത് കള്ളം പറയരുത് കേട്ടോ. സത്യം. അച്ഛൻ സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അമ്മയെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് അച്ഛനാണ്. നിൻ്റെ അമ്മയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ നിൻ്റെ അച്ഛൻ കാണിച്ച ആ സംഭവത്തിന് ശേഷം പിന്നെ എൻ്റെ അച്ഛനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ചേട്ടൻ്റെ അമ്മ കല്യാണത്തിന് സമ്മതിക്കോ? അത് അച്ഛൻ സമ്മതിപ്പിച്ചോളൂ. അച്ഛൻ പറയുന്നതേ വീട്ടിൽ നടക്കൂ. അതിരിക്കട്ടെ, നിൻ്റെ അമ്മ എന്ത് പറയുന്നു? ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം എന്തായാലും 2 ദിവസത്തിനകത്ത് ഞാൻ പറയും. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനിട്ട്. ശരിക്കും? ആഹാ, ഇവിടെ വന്ന് കാറ്റും കൊണ്ട് സുഖിച്ചിരിപ്പാണല്ലേ? വല്ലതും കഴിച്ചിട്ട് തന്നെയാണോ ഇരിക്കുന്നേ? അമ്മേ, 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 കണ്ണു നോക്ക്. അമ്മ എന്നെ നോക്ക്. അമ്മേ, അമ്മ ഒന്ന് നോക്കമ്മേ. അമ്മേ, 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 ഒന്ന് നോക്കമ്മേ. അങ്ങനെ അവളുടെ അമ്മയുടെ മരണശേഷം അവൻ ആരെയും അറിയിക്കാതെ അവളെയും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ചെന്നു. പക്ഷേ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൻ്റെ അമ്മ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എടാ, ഇവിടെ ചോദിക്കാനും പറയാൻ 2 പേരുണ്ടായിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേടാ? നീ ആരോടെ ചോദിച്ചോണ്ട് കൊണ്ടുവന്ന്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അമ്മേ. ഹോ, നിനക്ക് ഒറ്റ പെണ്ണിനും കിട്ടില്ലല്ലേ പ്രേമിക്കായി? ഈ നാട്ടിൽ വേറെ ഒരു പെണ്ണും ഇല്ലായിരുന്നാടാ? എടാ, നിന്റെ മാമൻ്റെ നാട്ടിലുള്ള മൊത്തം ആളുകളേന്ന് കടവും മാച്ചോണ്ട് മുങ്ങിയതാണ് ഇവളെ തന്ത. ഇവളുടെ അച്ഛൻ കാണിച്ചതിന് ഇവളെന്ത് തെറ്റിയതമ്മേ? ഇവള് വെറും പാവാ. എവള് പാവാണെങ്കിലേ കടക്കാരനിപ്പ ഇങ്ങോട്ട് കയറി വരും. ഇവിടെ ഒന്നും ഒരുപ്പൂല. ആര് കാര്യം അച്ചോട്ടെ പറഞ്ഞിട്ടേ ഇവിടെയൊക്കെ എഴുതിയിട്ട് എവളുടെ കടം അങ്ങ് തീർക്ക്. എവളെയും കൊണ്ട് ഈ പടി കയറാൻ ഞാൻ സമ്മതിക്കൂല. ശോഭനെ, നീ ഒന്നും ഉണ്ടായി. നിങ്ങൾ എന്തോന്നിനുള്ള പുറപ്പാടാ മനുഷ്യ? അച്ഛനും മോനും കൂടെ എന്താണെന്ന് വെച്ചാൽ അയക്കോ. നീ അവളെ വിളിച്ച് അകത്തേറിപ്പോ.
വന്ന് കേറിയില്ലായിരുന്നു ഇപ്പൊ തുടങ്ങി. ഇനി നീ അടുക്കള പണി ചെയ്യണ്ട, പുറത്തുള്ള പണി ചെയ്താൽ മതി. ഇറങ്ങി പോടി. പണിക്കാരൊക്കെ പറഞ്ഞയച്ചപ്പോൾ ഒരുപാട് വൈകി. ഏക്കറണക്കിന് വസ്തുക്കളുള്ളതുകൊണ്ട് എല്ലാം കൂടെ അച്ഛനെ കൂടെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ. നിന്റെ നെറ്റി എന്താ മുറങ്ങിയിരിക്കുന്നത്? അത് ഞാൻ കാലത്തിന് വീഴാൻ പോയപ്പോ ഭിത്തിയിലൊന്ന് തട്ടിയതാ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? ചെറിയ മുറിവല്ലേ ഉള്ളൂ, അത് സാരി. ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. ഇതെല്ലാം കഴിവ്. പുറത്തുള്ള ജോലിയൊക്കെ തീർന്നിട്ട് അകത്തോട്ട് കയറിയാൽ മതി. പഴയ ജോലിക്കാരിയെ ഞാൻ പറഞ്ഞു വിട്ട്. നിനക്ക് ചുമ്മാ തീറ്റി തരണം. ഇപ്പൊ അവളെ സമയത്ത് ഞാൻ ഉണ്ണിച്ചു കൊടുക്കാം. അയ്യോ, എന്നോട് കളി. ഇന്ന് അവള് ചോറിനെ എൻ്റെ ചൂണയാവെന്ന് കാണട്ടെ. അവളിപ്പോ അങ്ങനെ ഉണ്ട് സൂഹിക്കണ്ട. പഞ്ചമി, നീ ഇത്ര പെട്ടെന്ന് കിടന്നോ? ഭയങ്കര തലവേദന, നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഉറങ്ങുമ്പോ ചോറ് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഞാനിപ്പോഴല്ലേ ഫ്രീ ആയത്. അതെ, ഈ തലവേദനയും ക്ഷീണവും മാറ്റുന്നൊരു കൂട്ടെൻ്റെ കയ്യിലുണ്ട്, തരട്ടെ? കൈമാറി അച്ഛൻ വിളിക്കുന്നത്. ഈ അച്ഛൻ്റെ ഒരു കാര്യം ഞാനൊരു പരുവത്തിൽ കൊണ്ടുവരേ. എന്താ അച്ഛാ? എടാ മോനെ, പരതന്നൂരുള്ള 3 ഏക്കറിലെ മരങ്ങൾ മൊത്തം മുറിക്കാൻ നാളെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ രാവിലെ അവിടെ തന്നെ പോയി കാര്യങ്ങളെല്ലാം നോക്കണം. ആണോ? അപ്പോൾ എല്ലാം കൂടി വിറ്റ് കഴിഞ്ഞാൽ ലക്ഷങ്ങളാ കൈ വരാൻ പോണേ. പിന്നല്ലാതെ. നിന്റെ അമ്മ നാളെ അവളുടെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോവാ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ മോളുണ്ടല്ലോ. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് 4 ദിവസം കഴിഞ്ഞ് പണിയൊക്കെ തീർത്തിട്ട് വന്നാൽ മതി. ആ, എന്നാ പോയിട്ട് വരട്ടെ. അറിയാലോ, അമ്മ ഇവിടെ ഇല്ല. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോണം. അതെ, പണിയെല്ലാം പെട്ടെന്ന് തീർക്കാൻ നോക്കണേ. കൂടിപ്പോയ 4-5 ദിവസം, അത്രേ ഉള്ളൂ. അച്ഛാ, മോളൊന്ന് നിന്നേ. എന്താ? വിഘ്നേഷിൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് നല്ല ആശ്വാസം ഉണ്ടല്ലേ? അവൾ നിന്നോട് പെരുമാറുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിനക്കറിയാലോ,
അവളുടെ അനിയൻ്റെ നിന്ന് വരെ കാശ് വാങ്ങിയാൽ നിന്റെ അച്ഛൻ മുങ്ങിയത്. അവളുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ ചെയ്യൂ. അതൊന്നും കുഴപ്പമില്ല അച്ഛാ. എൻ്റെ വിധിയെന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ചോളാം. വിഘ്നേഷ് എന്നോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. അച്ഛനെ വിഘ്നേഷ് ഏട്ടനോടൊന്നും പറയാനൊന്നും പോണ്ട. ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല. എങ്കിലും അവൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുമ്പോൾ എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല. അല്ലെങ്കിലും നിന്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് നീ എന്ത് പഴിച്ചു? അച്ഛൻ കൈയെടുക്ക്. നീ എന്തിനാ പഠിക്കുന്നേ? നീ ദേവരാജന്റെ മരുമകളല്ലേ? ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നീ ഒന്ന് കണ്ണടച്ചാൽ നിന്നെ മഹാറാണിയെ പോലെ ഞാൻ വഴിക്കാമോ? അച്ഛൻ കൈയെടുക്കാൻ. ആരും ഒന്നും അറിയില്ല. വിട്. വിട്. ഓടിയ നീ എവിടം വരെ ഓടോടി? നിനക്കറിയോ, ഈ ദേവരാജന്റെ വീട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള ഒരു പെണ്ണും എനിക്ക് വഴങ്ങി തരാതിരുന്നിട്ടില്ല, നിന്റെ അമ്മ ഉൾപ്പെടെ. ആദ്യമായിട്ടാ നീ കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി നീ ഇവിടെ നിൽക്കണ്ട. പോക്കോ നിന്റെ അമ്മയുടെ അടുത്തേക്ക്.
ഇവിടെയാണ് പഞ്ചമിയുടെ കൊലപാതകം നടന്നത്. ഈ സംഭവം നാട്ടുകാരിൽ ചിലരൊക്കെ കണ്ടിരുന്നു. പക്ഷേ ദേവരാജനെതിരെ പരാതി പറയാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ ഒരാൾ അയാൾക്കെതിരെ തിരിഞ്ഞു. ആര്? അയാളുടെ മകൻ തന്നെ. അവൻ അയാളെ ജയിലിലാക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ ജയിലിൽ കിടന്നത്. അതിൻ്റെ ആഘാതം കൊണ്ടായിരിക്കാം ദേവരാജൻ ജയിലിൽ കിടന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ദൈവം ഒറ്റയടി കൊടുത്തു. അമ്മയോ? ഈ സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും പോയി. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ പ്രതാപവും നഷ്ടപ്പെട്ടു. ഈ ദേവരാജന്റെ മകൻ എവിടെയുണ്ട്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ ഒരു സംഭവത്തിന് ശേഷം അവൻ ആകെ മാനസിക വിഭ്രാന്തിയിലായി. ഒരു സമനില തെറ്റിയവനെ പോലെ ഈ പാർപ്പുറത്ത് വന്നിരിക്കുമായിരുന്നു. ഇതിപ്പോൾ വർഷം കുറേ ആയില്ലേ. ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ നല്ലൊരു കഥയ്ക്കുള്ള സ്കോപ്പുണ്ട്. എന്തായാലും നിനക്കൊരു നല്ല കഥ കിട്ടിയല്ലോ. ഇതെന്തായാലും ഞാൻ എഴുതാൻ പോവാ. ഇന്ന് എന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്നാ പിന്നെ ദൈവത്തെ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് തുടങ്ങിക്കോ. വലിയ എഴുത്തുകാരിയൊക്കെ ആവുമ്പോൾ നമ്മളെയൊന്നും മറക്കരുത് കേട്ടോ. വിഘ്നേഷ് ചേട്ടാ, എന്തെടുക്ക ഇവിടെ? അതെ, ഞാൻ എങ്ങും പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെയുണ്ട്.